ഇത് ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ആക്രമണം തുടങ്ങി എന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ വരുന്നത്. ഗൊരേക്ക് അതുപോലെ തന്നെ ഖുഷേം തുടങ്ങിയ രണ്ട് റഡാർ കേന്ദ്രങ്ങൾക്ക് നേരെയാണ് ഇപ്പോൾ അമേരിക്ക ആക്രമണം തുടങ്ങിയിരിക്കുന്നത്. അപ്പോൾ ഒന്ന് ശാന്തമായിരിക്കായിരുന്നു. പ്രത്യേകിച്ച് സമാധാനപരമായ ചർച്ചകൾ നടക്കുന്ന സമയത്താണ് എപ്പോഴും അമേരിക്ക ആക്രമിക്കുന്നത് എന്നുള്ളത് നമ്മൾ എപ്പോഴും പറയാറുള്ള കാര്യമാണ്. അതുപോലെ തന്നെയാണ് ഇപ്പോഴും സംഭവിച്ചിരിക്കുന്നത്. പക്ഷേ ഇറാൻ തിരിച്ച് ആക്രമണം നടത്തി എന്ന് പറയുന്നുണ്ട്. കൃത്യമായ സ്ഥലം ഇറാൻ ഇപ്പോഴും പറഞ്ഞിട്ടില്ല എവിടേക്കാണ് ആക്രമണം നടത്തിയിരിക്കുന്നത് എന്നുള്ളത്. പക്ഷെ നമുക്ക് ഉറപ്പാണ് ഇറാൻ തീർച്ചയായും തിരിച്ചടിച്ചിട്ടുണ്ടാവും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അപ്പൊ ഇനി എന്തായിരിക്കും വരാൻ പോകുന്നത്? ഒന്ന് ഗൾഫ് മേഖല ഒന്ന് ശാന്തമായി തുടങ്ങിയതായിരുന്നു. ഇനി എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത്? ഇപ്പോൾ ഇതിൽ ഗൾഫ് മേഖലയെ സംബന്ധിച്ച് വലിയ ആശങ്ക വീണ്ടും ഉടലെടുത്തിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഇന്ന് ഗൾഫ് മേഖലയിലുള്ള കുറേ എൻ്റെ സുഹൃത്തുക്കളുമായിട്ടൊക്കെ പലരുമായിട്ട് സംസാരിച്ചു. അപ്പോൾ ഇവരൊക്കെ പറയുന്നൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ വലിയ തോതിലുള്ള ഭീതി, ആ ഭീതി എന്ന് പറയുന്നത് ഒരു മിസൈൽ വന്ന് ഇവിടെ വീണ് പൊട്ടുമോ അല്ലെങ്കിൽ ഇവിടെ വലിയ സ്ഫോടനങ്ങൾ ഉണ്ടാകുമോ എന്നതിനപ്പുറത്തേക്ക് ഇവിടെ ജീവിക്കാൻ കഴിയാത്തൊരു സാഹചര്യം, അതായത് തൊഴിലവസരങ്ങൾ നഷ്ടപ്പെടുമോ, പ്രവാസികൾക്ക് കൂട്ടത്തോടെ തിരിച്ചു വരേണ്ടി വരുമോ, ഞങ്ങളുടെ ശമ്പളം കൃത്യമായി ലഭിക്കുന്ന സാഹചര്യം ഉണ്ടാകുമോ, ഗൾഫ് മേഖലയിൽ മുഴുവൻ അശാന്തി ഉണ്ടാകുമോ, മുഴുവൻ സമയ യുദ്ധത്തിലേക്ക് ഈ ഗൾഫ് രാജ്യങ്ങളും കടക്കുമോ, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ആശങ്കകൾ ജനങ്ങൾക്കുണ്ട്. അപ്പോൾ കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞത്, അദ്ദേഹത്തിന് അറിയുന്ന ഒരു വ്യവസായി, ഗൾഫ് മേഖലയിലുള്ള ഒരു വ്യവസായിയാണ്. അദ്ദേഹം ഫാമിലിയോടുകൂടി അവിടെയായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ ഇപ്രാവശ്യം അദ്ദേഹത്തിൻ്റെ കുട്ടികളെയും ഫാമിലിയെയും അവിടുത്തെ വീട്ടിൽ നിന്ന് ഇങ്ങോട്ടേക്ക് മാറ്റി. അതിനുശേഷം അവരെ ഇവിടുത്തെ സ്കൂളിൽ ചേർത്തു. കാരണം ഇനിയും യുദ്ധം നീളുമെന്ന സൂചന കിട്ടിയപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ നിൽക്കാൻ പറ്റാത്തൊരു സാഹചര്യം വരുമോ എന്നുള്ള ഭയമാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം. അവിടെ ഇനിയിപ്പോൾ അവിടുത്തെ സർക്കാരുകളെ സംബന്ധിച്ച് വലിയ തോതിൽ ഈ യുദ്ധത്തിന് വേണ്ടി പണം ചെലവഴിക്കുന്നുണ്ട്. യുദ്ധത്തിന് വേണ്ടി എന്ന് പറഞ്ഞാൽ ഗൾഫ് രാജ്യങ്ങൾ യുദ്ധം ചെയ്യാൻ വേണ്ടിയിട്ടല്ല, മറിച്ച് ഈ അവിടുത്തെ പ്രതിരോധ പ്രവർത്തനങ്ങൾ, പിന്നെ അതുപോലെ തന്നെ നാശനഷ്ടങ്ങൾ ഉണ്ടാകുമ്പോൾ അത് പുനഃക്രമീകരിക്കുന്നതിന് വേണ്ടി പൂർവ്വസ്ഥിതിയിലേക്ക് ഈ പ്ലാന്റുകളേക്ക്, അത് ഓയിൽ പ്ലാന്റുകളാണ്, റിഗുകളാണ്, അതുപോലെ ആക്രമണങ്ങൾ സൗദി അരാംകോയിലേക്കൊക്കെ ആക്രമണം നടന്നിട്ടുണ്ട്. അപ്പോൾ പ്രധാനപ്പെട്ട എണ്ണ ശുദ്ധീകരണശാലകൾ, സംഭരണശാലകൾ, വാതക നെറ്റ്വർക്കുകൾ, അങ്ങനെ ഉപ്പുവെള്ളം ശുദ്ധീകരിക്കുന്ന അങ്ങനെ വലിയ ചെലവ് വരുന്ന പ്രദേശങ്ങളിലേക്കാണ് ഇറാൻ ആക്രമണം നടത്തുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതിനെ വീണ്ടും പുനഃസൃഷ്ടിക്കുക, അതിനെ അറ്റകുറ്റപ്പണി നടത്തുക, അല്ലെങ്കിൽ പഴയ രീതിയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത് ശ്രമകരമായിട്ടുള്ള ദൗത്യമാണ്. അപ്പോൾ അതിന് വലിയ ചെലവ് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവും. ഈ സർക്കാരുകളെ സംബന്ധിച്ച്, അല്ലെങ്കിൽ അവിടുത്തെ രാജഭരണമാണെങ്കിൽ പോലും അവിടെ ഭരണകൂടങ്ങളെ സംബന്ധിച്ച് ഈ പണം എവിടുന്ന് കണ്ടെത്തും? അധികമായി വരുന്ന 1-2 രൂപയല്ലല്ലോ, കൂടാനുകൂടി തുകയാണ് ഇതിന് ചെലവഴിക്കുക. ഇത് എത്രയാണെന്നത് സംബന്ധിച്ച് നമുക്ക് അറിയില്ലെങ്കിലും വലിയ തുക എന്ന് തന്നെ കണക്ക് കൂട്ടാം. അപ്പോൾ ഇത്രയും വലിയ തുക ഇവരെങ്ങനെ കണ്ടെത്തും? വ്യാപാരവും നടക്കുന്നില്ല. ഹോർമൂസ് കടലിടുക്കിൽ ഇവരുടെ എക്സ്പോർട്ടിന് വേണ്ടിയിട്ടുള്ള ഓയിലുകൾ, എണ്ണ മുഴുവൻ കെട്ടിക്കിടക്കുകയാണ് മാസങ്ങളായിട്ട്. സ്വാഭാവികമായിട്ടും ജനങ്ങളുടെ മേലെ ഈ നികുതി അടിച്ചേൽപ്പിക്കുന്നത് അടക്കമുള്ള, അല്ലെങ്കിൽ ജനങ്ങളിൽ നിന്ന്, വ്യവസായികളിൽ നിന്നൊക്കെ ഈ പണം സ്വരൂപിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടിക്രമങ്ങളിലേക്ക്, അല്ലെങ്കിൽ സർക്കാരിൻ്റെ റിസർവ് പണം, ഭരണകൂടത്തിൻ്റെ റിസർവ് പണത്തിൽ നിന്ന് ഇത് ഉപയോഗിക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ മാറും. എത്ര നാൾ അങ്ങനെ മുന്നോട്ട് പോകാൻ കഴിയും? അങ്ങനെ ഗുരുതരമായൊരു സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് ഗൾഫ് മേഖല പോയി തുടങ്ങി. അത് അതിരൂക്ഷമാകും എന്ന നിലയിലാണ് ഇപ്പോൾ പുറത്തു വരുന്ന ചില വിവരങ്ങൾ, അല്ലെങ്കിൽ അതിൻ്റെ റിപ്പോർട്ടുകളൊക്കെ സൂചിപ്പിക്കുന്നതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതൊരു ഗ്ലോബൽ ക്രൈസിസ് എന്ന നിലയിലേക്ക് അധികം വൈകാതെ മാറ്റപ്പെടും. അതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അപകടം. ഇപ്പോൾ യുദ്ധം നടത്തുന്നത് അമേരിക്കയും ഇറാനും തമ്മിലാണെങ്കിലും ഇത് സഹിക്കേണ്ടി വരുന്നത് നമ്മളെല്ലാവരുമാണ്. അവിടെയാണ് ട്രംപിനെ നമ്മൾ നിശിതമായി വിമർശിക്കേണ്ടത്. അല്ലെങ്കിൽ ട്രംപ് എന്ന ഒരാൾ കാരണമാണ് ഇസ്രായേലിൻ്റെ യുദ്ധക്കൊതി അല്ലെങ്കിൽ സ്വാർത്ഥ താല്പര്യം അത് നടപ്പാക്കാൻ മുന്നും പിന്നും നോക്കാതെ ഇറങ്ങി തിരിച്ച ട്രംപ് എന്ന ആ 2 പേരിലേക്ക് ഇതിൻ്റെ പഴി മുഴുവൻ അടിച്ചേൽപ്പിക്കേണ്ടി വരുന്നത് അതുകൊണ്ടാണ്. ആലോചിച്ച് നോക്കുമ്പോൾ വീണ്ടും കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 3 ആക്രമണങ്ങൾ നടന്നു. അതിലൊന്ന് പ്രധാനമായി ഇറാൻ്റെ ചില കേന്ദ്രങ്ങളിലേക്കാണ്, പ്രധാനപ്പെട്ട ചില കേന്ദ്രങ്ങളിലേക്ക് ആക്രമണം നടത്തിയെന്ന് പറയുന്നു. ഇറാൻ്റെ തന്നെ 2 ഘട്ടങ്ങളിലായിട്ട് ആക്രമണം നടന്നു. അതേപോലെ തന്നെ കുവൈറ്റിലെ US സൈനിക കേന്ദ്രത്തിലേക്ക് ഇറാനും ആക്രമണം നടത്തിയിട്ടുണ്ട്. അപ്പോൾ ഇറാൻ പറയുന്നത് എന്താണ്? ഞങ്ങൾ അമേരിക്കയുടെ ഒരു സൈനിക കേന്ദ്രം തകർത്തിട്ടുണ്ട്, അത് ഏതാണെന്ന് ഞങ്ങൾ പറയുന്നില്ല, പക്ഷേ ഞങ്ങൾ ആക്രമണം നടത്തിയിട്ടുണ്ട്. അതേപോലെ തന്നെ കുവൈറ്റിലേക്ക് ആക്രമണം. അപ്പോൾ കുവൈറ്റ് ഭരണകൂടം പറയുന്നത് മിസൈലുകളും ഡ്രോണുകളും വന്നിട്ടുണ്ട്, ഞങ്ങൾ അതിനെ തകർത്ത് കളഞ്ഞു, നശിപ്പിച്ചു കളഞ്ഞു എന്ന് പറയുന്നുണ്ട്. പക്ഷെ അങ്ങനെ ചെയ്യുമ്പോഴും വീണ്ടും ഗൾഫ് യുദ്ധഭീതിയിലേക്ക് വരികയാണെന്നുള്ളതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്. ഇപ്പൊ കുവൈറ്റിന് അമേരിക്ക സഹായിക്കുന്നുണ്ടാകാം, അമേരിക്കയുടെ സൈനിക കേന്ദ്രമുണ്ട്, അപ്പൊ അമേരിക്ക പ്രതിരോധ സംവിധാനങ്ങളൊക്കെ നൽകിയിട്ടുണ്ടാകാം. പക്ഷേ അങ്ങനെ ഒരു യുദ്ധത്തിലേക്ക് കാര്യങ്ങളെ എത്തിച്ചതാരാണ്?
അതും അമേരിക്ക തന്നെയാണ്. അതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. ഇത് നമ്മളിപ്പോൾ പലപ്പോഴും ചർച്ച ചെയ്യുമ്പോൾ ഇസ്രായേൽ എന്ന് പറയുന്നത് അമേരിക്കയുടെ ഏറ്റവും അടുത്ത കൂട്ടുകാരനാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇസ്രായേലിന്റെ ഒരു യുദ്ധക്കൊതിക്ക് വേണ്ടി അല്ലെങ്കിൽ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടിയാണ് അമേരിക്ക കൂട്ടുനിൽക്കുന്നതെന്ന് നമ്മൾ പറയാറുണ്ട്. പക്ഷെ അതിനപ്പുറത്തേക്കൊന്ന് ചിന്തിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അമേരിക്ക പറയുന്നത് പോലെ ഈ ഒരു ആണവ നിലയങ്ങൾ ലോകത്തിന് ഭീഷണിയാവും എന്നുള്ളത് കൊണ്ട് മാത്രമായിരിക്കും, അതല്ലെങ്കിൽ ഇറാൻ വളർന്നു വരുന്ന ഒരു രാജ്യം എന്ന നിലയിൽ, അല്ലെങ്കിൽ സാങ്കേതികപരമായും സൈനികപരമായും വളർന്നു വരുന്ന ഒരു രാജ്യം എന്ന നിലയിൽ അമേരിക്കയ്ക്ക് ഒരു ഭീഷണിയാണ് എന്ന് മുന്നിൽ കണ്ടുകൊണ്ടായിരിക്കും ഈ ഒരു യുദ്ധം ഇത്രയേറെ അമേരിക്ക ഇങ്ങനെ ഒരു രാജ്യത്തിന് വേണ്ടി, അല്ലെങ്കിൽ ഒരു ഇസ്രായേൽ എന്ന് പറയുന്ന കൂട്ടുരാജ്യത്തിന് വേണ്ടി മാത്രം ഇത്ര വലിയൊരു യുദ്ധത്തിലേക്ക് അമേരിക്ക കടക്കുമോ? അല്ല, ഇവിടെ സംഭവിച്ചത് ഇറാനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തു എന്നുള്ളതാണ് ഈ പ്രശ്നം. അതായത് ഇറാൻ ഇപ്പോഴും അതിശക്തമായിട്ട് തന്നെ നിൽക്കുകയാണ്. ഇന്ന് രാവിലെ CNN പുറത്തുവിട്ട ഒരു റിപ്പോർട്ട്, ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു. അതിൽ പറയുന്നത് 69 മിസൈൽ സംഭരണ കേന്ദ്രങ്ങൾ ഇറാനുണ്ട്, അതിൽ 50 എണ്ണവും ആക്റ്റീവായി എന്നുള്ളതാണ്. അതായത് ഈ ഇടവേള എന്ന് പറയുന്നത് വെടിനിർത്തൽ കരാർ, അല്ലെങ്കിൽ ഒരു വെടിനിർത്തൽ കരാറിലേക്ക് പോകണം, അതുവരെ യുദ്ധം നിർത്തിവെക്കാം നമുക്ക് എന്ന് അമേരിക്ക പറയാനുണ്ടായ കാരണം ഇറാനോടുള്ള സ്നേഹം കൊണ്ടോ അല്ലെങ്കിൽ ഈ ലോകം സമാധാനമായിരിക്കണം എന്നുള്ളത് കൊണ്ടൊന്നുമല്ല. ഒന്ന്, ഇനിയും ഇറാന് നേരെ ആക്രമണത്തിന് പോയാൽ ഇറാൻ ഹോർമുസ് കടലിടുക്കിലെ കപ്പലുകൾക്ക് നേരെ ആക്രമണം നടത്തും. അത് സകല രാജ്യങ്ങൾക്കും വലിയ ദോഷമാകും. പ്രത്യേകിച്ച് ഗൾഫ് രാജ്യങ്ങൾ അത് വല്ലാതെ ബാധിക്കും. അതുകൊണ്ട് തന്നെ അമേരിക്ക ഇതൊക്കെ ഉത്തരം പറയേണ്ടി വരും. അതുകൊണ്ട് ഹോർമുസ് കടലിടുക്കിൽ ഇനി കൂടുതൽ അപകടങ്ങൾ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രിക്കോഷൻ. രണ്ട്, അമേരിക്കയുടെ ഈ പറയുന്ന സാമ്പത്തിക ഘടന തകിടം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ലക്ഷക്കണക്കിന് കോടി ഡോളറാണ് ഈ യുദ്ധത്തിന് വേണ്ടി ചുരുങ്ങിയ കാലം കൊണ്ട് അമേരിക്ക ചെലവഴിച്ചത്. എന്ന് മാത്രമല്ല, അമേരിക്കയുടെ പടക്കപ്പലുകൾ ഹോർമുസിന് സമീപത്ത് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കിടക്കുന്നുണ്ട്. ഇതിന് നേരെ ഇറാൻ പലപ്പോഴായിട്ട് ആക്രമണം നടത്തുന്നത്. അത് നഷ്ടപ്പെട്ടാൽ അമേരിക്കയ്ക്ക് ഉണ്ടാകുന്ന നഷ്ടം അത് വളരെ വലുതായിരിക്കും, പ്രതിരോധ രംഗത്ത് വലിയ നഷ്ടമായിരിക്കും. അതുപോലെ തന്നെ അമേരിക്കയെ സംബന്ധിച്ചുള്ള മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത്, അമേരിക്കയിൽ ഇപ്പോൾ ഹിതപരിശോധന, ട്രംപിന്റെ ഭരണം എങ്ങനെയുണ്ട് എന്ന് സംബന്ധിച്ച് ഒരു ഇടക്കാല തെരഞ്ഞെടുപ്പ് എന്ന രീതിയിൽ ഹിതപരിശോധന നടക്കാൻ പോവുകയാണ്. അതിൽ ട്രംപിന് വലിയ തിരിച്ചടി ഉണ്ടാകുമെന്നാണ് സർവേകൾ പറയുന്നത്. അപ്പോൾ അതിൽ നിന്നൊക്കെയുള്ള ഒരു രക്ഷപ്പെടൽ എന്ന നിലയിലേക്ക് ട്രംപ് കുറച്ചു കാലം വെടിനിർത്തൽ എന്ന രീതിയിലേക്ക് പ്രഖ്യാപിച്ചു. പക്ഷെ അവിടെയും ട്രംപിന്റെ ആത്യന്തികമായിട്ടുള്ള മറ്റൊരു ലക്ഷ്യമെന്ന് പറയുന്നത് ഈ യുദ്ധ സാമഗ്രികൾ റീഫിൽ ചെയ്യുക എന്നുള്ളതാണ്. ആയുധശേഖരം പൂർവാധികം ശക്തമാക്കുക, ആയുധ നിർമ്മാണം ഊർജ്ജസ്വലമാക്കുക, അങ്ങനെ കൂടുതൽ ആയുധങ്ങൾ എത്തിക്കുക, ഇതൊക്കെയാണ് ട്രംപ് ഉദ്ദേശിച്ചത്. പക്ഷേ ഇറാൻ അതിനേക്കാൾ ശക്തമായിട്ട് ആയുധങ്ങൾ പുനഃസൃഷ്ടിച്ചു, അല്ലെങ്കിൽ അവർക്ക് ഉണ്ടായ നഷ്ടങ്ങൾ പൂർണ്ണമായും നികത്തി. അത് അമേരിക്ക ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. അമേരിക്കയ്ക്ക് ഇത് സംബന്ധിച്ച് US ഇന്റലിജൻസ് ഏതാണ്ട് 2 ആഴ്ച മുമ്പ് തന്നെ ഇങ്ങനെ ഒരു റിപ്പോർട്ട് നൽകിയിരുന്നു, വൈറ്റ് ഹൗസിന് നൽകിയിരുന്നു. അപ്പോൾ അതിൽ കൃത്യമായി പറയുന്നത് ഇറാൻ നഷ്ടപ്പെട്ടു പോയതൊക്കെ തിരിച്ചു പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ പറയുന്ന യുദ്ധവിരാമം, ഇപ്പം നമ്മൾ ഈ കാണിക്കുന്ന യുദ്ധവിരാമം എന്ന് പറയുന്നത് ഏറ്റവും അധികം ഗുണം ചെയ്തിട്ടുള്ളത് ഇറാനാണ്. അവരവിടെ കാര്യമായ പണികൾ നടത്തുന്നുണ്ട് എന്ന് റിപ്പോർട്ട് കൊടുത്തിരുന്നു. പക്ഷേ അന്ന് അത് ചില സൂചനകൾ എന്ന നിലയിലായിരുന്നു പുറത്തേക്ക് വന്നത് വാർത്തകളായിട്ട്. ട്രംപിന് അത് വലിയ ക്ഷീണമായി. ട്രംപ് വീണ്ടും ഇറാനെ വെല്ലുവിളിച്ചു, പല പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി. പക്ഷെ കഴിഞ്ഞ ദിവസം CNN എന്ന അന്താരാഷ്ട്ര മാധ്യമം ഇത് കൃത്യമായി റിപ്പോർട്ട് ചെയ്തു. അതായത് ഉപഗ്രഹ ചിത്രങ്ങളുടെ സഹായത്തോടെ 69 ഭൂഗർഭ കേന്ദ്രങ്ങളിൽ 50 എണ്ണവും ഇറാൻ ആക്റ്റീവ് ആക്കിയിട്ടുണ്ട്. അത് ചെറിയ ബുൾഡോസറുകളും ഈ ഡംപിങ് വാനുകൾ, ലോറികളൊക്കെ വെച്ചിട്ട് വളരെ സിമ്പിളായിട്ടുള്ള ടൂൾസ് വെച്ചിട്ടാണ് അവരത് ആ പ്രശ്നങ്ങൾ പരിഹരിച്ചത് എന്നായിരുന്നു ആ റിപ്പോർട്ടിൽ പറയുന്നത്. അതിൻ്റെ തെളിവായിട്ട് ഉപഗ്രഹ ചിത്രങ്ങൾ ഉണ്ട് എന്നൊക്കെ CNN പറയുന്നുണ്ട്. ലോകം മുഴുവനുള്ള മാധ്യമങ്ങൾ അത് ഏറ്റെടുത്തു. അതിൻ്റെ കാരണമെന്ന് പറഞ്ഞാൽ അമേരിക്ക ഇത്രയും കാലം പറഞ്ഞിരുന്നത് എന്താണ്? ഇറാന്റെ മുഴുവൻ ശേഷിയും തകർത്തു, ഇറാന്റെ മുഴുവൻ സന്നാഹങ്ങൾ തകർത്തു, ലോഞ്ചിങ് പാഡുകൾ തകർത്തു, മിസൈൽ ശേഖരം തകർത്തു, ഇനി അവർക്ക് യുദ്ധം ചെയ്യാൻ കഴിയില്ല, വളരെ പരിമിതമായ 10-15% മാത്രമേ റിസർവ് ആയിട്ട് അവർക്ക് ബാക്കിയുള്ളൂ എന്നൊക്കെയാണ് പറഞ്ഞത്. പക്ഷേ ആ അമേരിക്കൻ പ്രസിഡന്റ് അങ്ങനെയൊക്കെ പറഞ്ഞ് ഇറാൻ തീരുകയാണ്, ഞങ്ങളിപ്പോൾ തീർക്കാൻ പോവുകയാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇറാൻ അപ്പുറത്തുനിന്ന് ശക്തമായിട്ട് ഉയർത്തെഴുന്നേൽക്കുകയാണ്. ആ ഉയർത്തെഴുന്നേൽപ്പ് ട്രംപിന് നൽകുന്നൊരു ഭയമുണ്ട്, ഒരു പേടിയുണ്ട്. അത് വളരെ വളരെ ഭീകരമാണ്. അതുകൊണ്ടാണ് ഇപ്പൊ തിടുക്കപ്പെട്ട് ഞങ്ങൾ ഇതേ അടിക്കാൻ പോവുകയാണെന്നുള്ള രീതിയിൽ അവിടെ ഇവിടെയൊക്കെ കുറെ ആക്രമണങ്ങൾ അമേരിക്ക നടത്തുന്നത്. പക്ഷേ ഇവിടെ സംഭവിക്കാൻ പോകുന്നത് വീണ്ടും പഴയ പോലെ തന്നെ ഈ യുദ്ധത്തിന്റെ സ്ഥിതി വരുമെന്നുള്ളതാണ്. അതായത് ഇനി ട്രംപ് പിടിച്ചു നിൽക്കാൻ വേണ്ടി ഇറാനെ ഞങ്ങൾ ഭയക്കുന്നില്ല, ഇറാനെ ഞങ്ങൾ അറ്റാക്ക് ചെയ്യുകയാണ്, ഇറാൻ ഞങ്ങൾക്ക് മുന്നിൽ മുട്ടുകുത്തില്ല എന്ന രീതിയിൽ സ്ഥിരം ശൈലിയിൽ കയറി ആക്രമിക്കാൻ തുടങ്ങും. അതിന്റെ സൂചനകളാണ് ഇപ്പോൾ കാണുന്നത്. അങ്ങനെ ആക്രമിക്കാൻ പോകുമ്പോൾ ഇറാനെ സംബന്ധിച്ച് ഇറാന് ആയുധങ്ങൾ കൂടുതലായിട്ട് അവർ പരിപോഷിപ്പിച്ചിട്ടുണ്ട്. എവിടെ നിന്ന് വേണമെങ്കിലും മിസൈലുകൾ ലോഞ്ച് ചെയ്യാൻ പറ്റുന്ന മിസൈൽ ലോഞ്ചിങ് പാഡുകൾ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇറാന്റെ ഭാഗത്തു നിന്നുള്ള പ്രത്യാക്രമണം അതിരൂക്ഷമായി. അത് പിടിച്ചു നിർത്താൻ അമേരിക്കയ്ക്ക് സാധിക്കില്ല. കാരണം ഇപ്പോൾ ഇറാൻ ഈ ചുരുങ്ങിയ സമയം കൊണ്ട്
ദീർഘദൂര മിസൈലുകൾ കൂടുതലായി ഉണ്ടാക്കിയിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. അതുപോലെ തന്നെ മിസൈലുകൾ എവിടെ നിന്ന് വേണമെങ്കിലും വിക്ഷേപിക്കാൻ കഴിയുന്ന മൊബൈൽ ലോഞ്ചിങ് പാഡുകൾ 100 കണക്കിന് ഉൽപ്പാദിപ്പിച്ചിട്ടുണ്ട്. അതിൽ ചൈനയുടെ സഹായമുണ്ടെന്ന് പറയുന്നു, റഷ്യയുടെ സഹായമുണ്ടെന്ന് പറയുന്നു. എന്തായാലും ചൈനയെ റഷ്യയെ സഹായിക്കാതിരിക്കില്ല, തീർച്ചയായിട്ടും സഹായമുണ്ടാകും. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ പറയുന്ന എല്ലാ സന്നാഹങ്ങളും കൊണ്ടുവന്നിട്ട് ശക്തമായ ഒരു ആക്രമണം നടത്താനുള്ള, എവിടെ നിന്ന് വേണമെങ്കിലും ആക്രമണം നടത്താവുന്ന മിസൈലുകൾ, അതും ദീർഘദൂര മിസൈലുകൾ അടക്കം ഉപയോഗിച്ച് ഇറാൻ ആക്രമണത്തിന് ഇറങ്ങിയാൽ ഗൾഫ് മേഖല തരിപ്പണമാകും. അമേരിക്കയുടെ സൈനിക കേന്ദ്രങ്ങൾ തകരും, ഒരു സംശയവും വേണ്ട. ഇത് സംഭവിക്കാൻ പോകുന്നത് അതാണ്. അതായത് ഇറാനിലേക്ക് അമേരിക്ക ശക്തമായ ആക്രമണം നടത്തുകയാണെങ്കിൽ അതിൻ്റെ തിരിച്ചടി മുഴുവൻ ഏറ്റുവാങ്ങാൻ പോകുന്നത് ഗൾഫ് മേഖലയായിരിക്കും. ഇപ്പം തന്നെ 2-2.5 മാസം, ഏതാണ്ട് 3 മാസമായി, 3 മാസത്തിലേറെയായിട്ട് ഹോർമൂസ് കടലിടുക്ക് അടഞ്ഞു കിടക്കുമ്പോൾ തന്നെ നമ്മൾ അതിൻ്റെ ദുരിതം അനുഭവിക്കുക. എന്തൊക്കെയാണ്? ഗ്യാസ് വില വർദ്ധിക്കുന്നു, ഗ്യാസ് കിട്ടാനുള്ള ഹോട്ടലുകളിൽ പോലും, ഹോട്ടലുകളിലെ ഭക്ഷണം പോലും പരിമിതമാകുന്നു. ഈ പറയുന്ന ഇന്ധനവില 3 തവണയായിട്ട് ഉയരുന്നു, ഇനിയും വർദ്ധിക്കുമെന്ന് പറയുന്നു. പല രീതിയിലുള്ള പ്രശ്നങ്ങൾ നമ്മൾ എല്ലാവരുമായി ഒരു ചങ്ങാത്തത്തിൽ നിൽക്കുന്നത് കൊണ്ടും ഇറാൻ നമ്മളെ കാര്യമായി സഹായിക്കുന്നതുകൊണ്ടും, അതായത് നമ്മുടെ കപ്പലുകളൊക്കെ വിടുന്നതുകൊണ്ടും വലിയ നഷ്ടങ്ങളും പ്രശ്നങ്ങളും നമ്മൾ അധികം അഭിമുഖീകരിച്ചിട്ടില്ല. പക്ഷെ ലോകരാജ്യങ്ങളിൽ പല രാജ്യങ്ങളിലും വലിയ പ്രതിസന്ധികളുള്ള ഗൾഫ് മേഖലയിലാണ് വലിയ നാശനഷ്ടങ്ങൾ എന്ന് പറഞ്ഞാൽ ഫിസിക്കലായിട്ടുള്ള നാശനഷ്ടമല്ല. ഇപ്പോൾ കെട്ടിടങ്ങൾ തകർന്നു വീഴുവോ അല്ലെങ്കിൽ അവിടുത്തെ എണ്ണപ്പാടങ്ങൾ പൂർണ്ണമായി കത്തിപ്പോകുമൊന്നുമല്ല. പക്ഷെ ഓരോ യുദ്ധത്തിലും ഓരോ ആക്രമണത്തിലും കാര്യമായ ഡാമേജുകൾ ഉണ്ടാകുന്നുണ്ട്. ഈ ഡാമേജുകൾ പുനർനിർമ്മിക്കാൻ വേണ്ടിയിട്ട്, അത് പഴയപടി ആക്കാൻ വേണ്ടിയിട്ട് ഭാരിച്ച ചെലവുണ്ട്, ഒരുപാട് സമയമെടുക്കുന്നു. അപ്പം ഇത്രയും കാലം ഈ കാലഘട്ടം, ഈ കാലാവധി എന്ന് പറയുന്നത് ഓരോ ദിവസം കഴിയും തോറും ചെലവ് വർദ്ധിപ്പിക്കും, ക്ഷാമമുണ്ടാക്കും, ആളുകളെ സംബന്ധിച്ച് തൊഴിൽ നഷ്ടമാകും, വരുമാന നഷ്ടമുണ്ടാകും, ഗവൺമെൻറ് ടാക്സേഷൻ കൂട്ടും, അത് സാധാരണക്കാർക്ക് വലിയ തിരിച്ചടിയാകും, വിലക്കയറ്റം ഉണ്ടാകും. കാരണം ഒരു രാജ്യത്തിന് പ്രധാനപ്പെട്ട വരുമാന സ്രോതസ്സാണ് എണ്ണ ഉൽപാദക രാജ്യങ്ങളെ സംബന്ധിച്ച് കയറ്റുമതി എന്ന് പറയുന്നത്. ഇത് 100 ദിവസത്തിലധികമായിട്ട് 100 ദിവസത്തോളമായിട്ട് 10-200 കപ്പലുകൾ ഇങ്ങനെ കിടക്കുകയാണ്, സ്റ്റോക്ക് ഇവിടെ കെട്ടിക്കിടക്കുകയാണ്. അതിനിടയിൽ പലതും ഈ പറയുന്ന യുദ്ധത്തിന്റെ ഭാഗമായിട്ട് കത്തിപ്പോകുന്നുണ്ട്. ഇപ്പം ഓയിൽ റിഗുകളിലേക്ക് നടക്കുന്ന ആക്രമണം, റിഫൈനറികളിലേക്ക് നടക്കുന്ന ആക്രമണം, സംഭരണ കേന്ദ്രങ്ങൾ, ഇതൊക്കെ മറ്റൊരു രീതിയിൽ ഗൾഫ് രാജ്യങ്ങളെ ബാധിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് ഇങ്ങനെയാണ്. ഇതിപ്പോൾ വീണ്ടും യുദ്ധം അതിരൂക്ഷമാകുന്നതിൻ്റെ സകല അടയാളങ്ങളുമാണ് ഇപ്പോൾ കണ്ടത്. ഇങ്ങനെയാണെങ്കിൽ അധികം വൈകാതെ ഗൾഫ് മേഖല വലിയ പ്രതിസന്ധിയിലേക്ക് പോകും. അതായത് അറബ് രാജ്യങ്ങൾ ഒറ്റക്കെട്ടായി അമേരിക്കയെ നിലയ്ക്ക് നിർത്തിയില്ല എങ്കിൽ അതിൽ ഏറ്റവും വലിയ പരിണത ഫലം അനുഭവിക്കാൻ പോകുന്നത് അറബ് രാജ്യങ്ങൾ തന്നെയായിരിക്കും. അത് ഇറാൻ മുമ്പേ പറഞ്ഞിട്ടുണ്ട്, അറബ് രാജ്യങ്ങൾ ഒരിക്കലും ഗൾഫിനെ, ഈ പറയുന്ന അമേരിക്കയെ നമ്പരുത്, അമേരിക്ക പാശ്ചാത്യ ശക്തിയാണ്, അവരുടെ ലക്ഷ്യം പലതാണ്, അതുകൊണ്ട് അവരെ നമ്മൾ സഹോദര രാജ്യങ്ങൾ ഒറ്റക്കെട്ടായി എതിർക്കണം എന്ന് ഇറാൻ പലതവണ പറഞ്ഞിട്ടുള്ളതാണ്. പക്ഷെ അന്നൊന്നും അറബ് രാജ്യങ്ങൾ അത് ഉൾക്കൊണ്ടില്ല, അല്ലെങ്കിൽ കേട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ ഇപ്പോൾ അറബ് രാജ്യങ്ങൾ നേരിട്ടിത് ഫേസ് ചെയ്യാണ്. എന്തിന്? അമേരിക്കയുടെ ഏറ്റവും വലിയ സൗഹൃദ രാജ്യമായ ഒമാനിൽ പോലും ഞങ്ങൾ വന്ന് ബോംബിടുമെന്ന് വെല്ലുവിളിക്കാനുള്ള ധൈര്യം. പശ്ചിമേഷ്യയെ നോക്കി ഞങ്ങൾ പറയുന്നിടത്ത് ഞങ്ങൾ ബോംബിടും, ഞങ്ങൾ പറയുന്ന പ്രദേശങ്ങൾ ഞങ്ങൾ തകർക്കുമെന്ന് പറയാനുള്ള ധൈര്യം എങ്ങനെയാണ് ട്രംപിന് ലഭിക്കുന്നത്, അമേരിക്കയ്ക്ക് ലഭിക്കുന്നത്? അതിൻ്റെ അർത്ഥം എന്താണ്? അതായത് അമേരിക്ക വിചാരിച്ചാൽ ആരെയും എന്തും ചെയ്യാമെന്നുള്ള ഒരു അലിഖിത നിയമം ഈ യുദ്ധത്തിലൂടെ ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുകയാണ്. സകലരെയും ഭയപ്പെടുത്തി, സകലരെയും കീഴ്പ്പെടുത്തി, സകലരെയും വരച്ച വരയിൽ നിർത്തി, ഇത് മുഴുവൻ ഞങ്ങളുടേതാണ്, ഞങ്ങൾ തീരുമാനിക്കുന്ന ഇവിടെ നടക്കാൻ കഴിയൂ എന്നൊരു ഇക്കോസിസ്റ്റം ഉണ്ടാക്കാനായിരുന്നു ട്രംപിന്റെ പദ്ധതി. അത് ഇറാന്റെ അടുത്ത് പൊളിഞ്ഞുപോയി. അവിടെയാണ് സർവത്ര കുഴപ്പത്തിൽ ഇപ്പൊ ട്രംപ് നിൽക്കുന്നത്. എന്തായാലും യുദ്ധം ഇനിയും രൂക്ഷമാകും. ഒരു വെടിനിർത്തൽ കരാറോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒത്തുതീർപ്പ് വ്യവസ്ഥയോ ഇനി ഉണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല.